ഹായ് ഹലോ ഗ്രീൻ ട്യൂബിലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ മൂകാംബികയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി സമയം ഉണ്ടായിരുന്നു, അത് കാരണം നമ്മൾ ആ വഴി മുരുടേശ്വരത്തേക്കും പോയി. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് പാർട്ട് മൂകാംബികയും സെക്കൻഡ് പാർട്ട് മുരുടേശ്വരമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പോകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ചേട്ടനും പിന്നെ എൻ്റെ പെണ്ണും, അതായത് എൻ്റെ വൈഫും കൊച്ചും പിന്നെ വൈഫിൻ്റെ അമ്മായിയുടെ മോളും മാമനും കൂടി പോരുന്നുണ്ട് കേട്ടോ. ഒരു ടോള് മാത്രമേ നമുക്ക് ഫാസ്റ്റ് ടാഗ് ഉണ്ടാക്കണോ, ബാക്കിയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ പോവാ ചെയ്തിട്ടാ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൈസ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫാസ്ടാഗ് എല്ലാവരും നിർബന്ധമായിട്ട് അടിക്കണം, അല്ലെങ്കിൽ റീചാർജ് ചെയ്തിട്ട് പോകണമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇതേപോലെ പൈസ പോയിക്കൊണ്ടിരിക്കും. കേരളം വിട്ടിട്ടുള്ള വഴിയാണെങ്കിൽ അടിപൊളി വഴി കേട്ടോ. അതിപ്പോൾ എല്ലാവരും പറയണ പോലെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ മാത്രം റോഡുകളൊക്കെ പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ, എന്നാലും പെടച്ച് പോകാൻ പറ്റിയ സ്ഥലങ്ങളാട്ടോ, പെടച്ച് പോകാൻ പറ്റിയ വഴികളാണിത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷകളുടെ വർക്ക് ചെയ്തതാണ്, അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് കൊതിയാവുന്നത് നമുക്ക് കർണാടകയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണ്ട് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ജീവിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഈ വണ്ടിയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതേപോലത്തെ സ്ഥലം കൂടിയാണ് അതുകൾ. അപ്പോൾ അത് കാരണം ഞാനത് പറയുന്നത് കേട്ടോ. അതിപ്പോൾ ഞാൻ മാത്രമല്ല, മിക്ക ആൾക്കാരും പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിലുള്ള സംസാരങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയുമ്പോൾ ചെയ്തിരുന്ന വർക്ക് ഉണ്ട്. അതേപോലെ നമ്മുടെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ തൂക്കിലേറ്റാന്ന് വെച്ചാൽ എയറിലാക്കും, അത്ര തന്നെ. അതിപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്നല്ല, നമുക്ക് ഇതേപോലെ പണിയാൻ പറ്റിയെങ്കിൽ എന്ന് ആലോചിച്ച് പോവാണ്. ഈ വണ്ടി മാത്രമല്ല കേട്ടോ, മിക്ക വണ്ടികളും അങ്ങനെ പണിതിട്ടുണ്ട്. പിന്നെ ഈ വഴികളൊക്കെ ആണെങ്കിൽ അടിപൊളി കേട്ടോ. നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ പോലെയാണ്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഉടുപ്പി എത്തിയിട്ടുണ്ട്, ഇവിടെ ഒരു അമ്പലമുണ്ട്, അടിപൊളി അമ്പലമാണ്. നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല കേട്ടോ, നമ്മൾ പുറത്തുനിന്നുള്ള കാഴ്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഉടുപ്പി വഴി തന്നെയാണ് മൂകാംബികയ്ക്കും മുരുടേശ്വരത്തേക്കും പോകേണ്ട വഴി കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒരു 60-70 കിലോമീറ്റർ ഉണ്ടാവും മുരുടേശ്വരത്തേക്ക് കേട്ടോ, കിട്ടില്ല മൂകാംബികയിൽ നിന്ന്. പിന്നെ പോണ വഴിക്ക് അടിപൊളി നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കായൽ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് നിർത്തി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടി സൈഡൊക്കെ ഉണ്ട്. റോഡ് സൈഡിലൊക്കെ വണ്ടി നിർത്തുമ്പോൾ നോക്കി ഇറങ്ങണം കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഇടത്തെ സൈഡിൽ കൂടെ ഇറങ്ങി നല്ലത്. അപ്പുറത്തോടെ വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പുറത്തോടെയാണ് മിക്ക ആൾക്കാർ ഇറങ്ങിയത്. പിന്നെ അതുപോലെ ഈ പുഴ കണ്ടോ, ഈ പുഴയുടെ സൈഡിൽ കൂടെ ഒരു ചാല് പോകുന്നുണ്ട് കേട്ടോ, അടിപ്പാലം എന്ന് പറയും. ആ പാലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ പോകുന്നുണ്ട് കേട്ടോ. വലിയ മീനുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകണം. പക്ഷെ ഇവിടെ ആരും ചൂണ്ടൽക്കാരൊന്നും ആരും കാണില്ല. നമ്മുടെ ഇവിടെയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചൂണ്ടിയാനെ. പിന്നെ അതുപോലെ കുറേ നേരം വണ്ടിയിൽ ഇരിക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടിയായി ഇത്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് നേരം ഒതുക്കുള്ളൂ, അധികം നേരം നിന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ പോകാമെന്ന് എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോവാണ്. അതേപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ, വണ്ടികളുടെ കാറ്റും അതേപോലെ തന്നെ നല്ലൊരു വൈബ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. വണ്ടി നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നീക്കി പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഇല്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഈ സൈഡിൽ പാർക്ക് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ ഇവൻ്റെ അഭ്യാസം കണ്ടില്ലേ, ഞാൻ ഇത് നോക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒഴുക്കുണ്ട് കേട്ടോ. ഒഴുക്കുള്ള കാരണം കൊണ്ട് ഏറ്റുമീൻ കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മീനുകൾ ഒരുമിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഒരുപാട് മീനുകളുണ്ട് ഇവിടെ, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ പറ്റാവുന്ന ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വലിയ മറ്റേ തൂളി അതേപോലത്തെ രോഹു അങ്ങനത്തെ ഉള്ള മീനുകളുണ്ട്, കട്ടള അങ്ങനത്തെ മീനുകളൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ പതിയെ ഇവിടെ നിന്ന് പോവാണ്. നമ്മൾ മൂകാംബികന്ന് മുരുടേശ്വരത്തേക്ക് പോണ വഴിയിലാണ് ഈ പാലം കണ്ടത് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി യൂട്ടേൺ തിരിച്ചിട്ട് വണ്ടി പാലത്തിനവിടെ നിർത്തിക്കണത്. അതിന് തിരിച്ച് ബാക്കിലേക്ക് പോകണം. ബാക്കെന്ന് വെച്ചാൽ യൂട്ടേൺ അടിച്ചിട്ട് തന്നെ തിരിച്ച് പോകണം. എന്ന് പറഞ്ഞിട്ട് കല്ലറ്റുങ്കര പഞ്ഞപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. അവിടെ നിന്ന് നമ്മൾ കൊല്ലൂർ മൂകാംബികയ്ക്കാണ് പോയത്.
അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് 2 വഴികളാണ് ഉള്ളത്. ഒന്ന് NH 66 13 അവർ 23 മിനിറ്റ് ഉണ്ട്, 498 കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ ഒരു വഴി പോകാനായിട്ട്. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് വെച്ചാൽ NH 544 വഴിയാണ് വരുന്നത്. അത് 14 അവറും 54 മിനിറ്റും വരുന്നുണ്ട്. അത് 583 കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങോട്ട് മൂകാംബികയ്ക്ക് പോണ വഴിയുടെ ദൂരം വരുന്നത്. അത് 2 വഴികളാണ് ഉള്ളത് കേട്ടോ. മുരുടേശ്വരത്തേക്ക് 2 വഴികളുണ്ട്. കാറിന് മുമ്പ് 2 വഴിയുണ്ട്. ഒന്ന് NH 66 13 അവറും 47 മിനിറ്റും 525 കിലോമീറ്റർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ NH 544 വഴി 15 അവർ പിന്നെ അതുപോലെ 16 മിനിറ്റും 610 കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് മുരുടേശ്വരത്തേക്കുള്ള വഴിയുടെ ദൂരം വരുന്നുണ്ട് കേട്ടോ. പിന്നെ മൂകാംബിക ടു മുരുടേശ്വരം എന്ന് പറഞ്ഞത് ഒരു വഴിയാണുള്ളത്. അത് 1 അവറും 11 മിനിറ്റും വരുന്നുണ്ട്, 60 കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ തൃശ്ശൂരിൽ നിന്ന് മൂകാംബികയ്ക്കാണെങ്കിൽ 12 അവർ 35 മിനിറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ 475 കിലോമീറ്റർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ വഴി വരുന്നത് NH 544 16 അവർ വരുന്നുണ്ട്, 604 കിലോമീറ്റർ വേറെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 വഴി കൂടെയാണ് വരാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന വഴി കൂടെ പോവുകയാണെങ്കിൽ അതിൽ കിലോമീറ്റർ കുറവുള്ള വഴി കൂടെ നിങ്ങൾ പോയോളൂ, അതായിരിക്കും നിങ്ങൾക്ക് സേഫ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. ഗൂഗിൾ മാപ്പിലെ വഴിയാണ് പറഞ്ഞത്, അതുവഴി പോയോളൂ കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു 4 മണി 5 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോവാണ്. ഇനി മുരുടേശ്വരത്തേക്ക് പോകണം. അപ്പോൾ നമ്മളെന്തായാലും നേരത്തെ എത്താൻ പോകണില്ല. അത്യാവശ്യം വഴിയുള്ള കാരണം കൊണ്ട്, അതുപോലെ ട്രാഫിക് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളൊരു 8 മണിക്ക് ആകുമ്പോഴേക്ക് എത്താൻ തോന്നുന്നു. അങ്ങനെ നമ്മളിത് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മുരുടേശ്വരത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിടത്ത് നമ്മളിപ്പോൾ നിൽക്കണം. നമുക്കിനി അങ്ങോട്ട് പോയിട്ട് ഫോട്ടോ കുറച്ചെടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് കൊണ്ട് ആഘോഷമാണ് നടത്തിക്കുന്നത്. ആഘോഷം എന്ന് വെച്ചാൽ അഭിഷേകം നടത്തിയ പോലെയാണ് ലൈറ്റ് അറേഞ്ച്മെൻ്റ് കൊണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നിട്ട് ഇവിടേക്കിനി ഇപ്പോഴൊന്നും വരില്ലെന്ന്. അപ്പോൾ വന്ന കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്പോൾ അവിടെ അതിലും മുകളിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഭയങ്കര മോശമായിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ഈ ഇങ്ങോട്ട് വരുന്ന വഴിയിലൊക്കെ നന്നായിട്ട് ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ. പിന്നെ വരുമ്പോൾ ടിക്കറ്റ് കയറണം. പിന്നെ അതുപോലെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ വരുമ്പോൾ തന്നെ ആൾക്കാർ നമ്മൾ പിടിച്ചെടുത്ത് റൂം വേണോ റെന്റിന് വേണോ ഒക്കെ ചോദിക്കും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ റൂമിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചു. ഇതുപോലെ നമ്മുടെ പുറകെ വരും കേട്ടോ. വണ്ടിയും നമ്മൾ പോയാലും നമ്മുടെ പുറകെ ബൈക്കും കൊണ്ട് വരും അവർ. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കർണാടകയ്ക്ക് കിടക്കാറുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ കർണാടക ബോർഡേക്ക് വന്നിട്ടില്ല, അതായത് ബോർഡറിലേക്ക് വന്നിട്ടില്ല. തമിഴ്നാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്, തമിഴ്നാട് പഴനി ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ ഈ കർണാടകയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അത് ഈ മൂകാംബിക ക്ഷേത്രം ഇവിടെയാണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അങ്ങനെ വന്നതാണ്. അപ്പോഴാണ് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത്, ഈ മുരുടേശ്വരത്തിൽ വന്നത്. പിന്നെ ഉള്ളത് പൊള്ളാച്ചിയിലാണ്. അവിടെ മറ്റേ ആദ്യോഗിയുടെ അവിടെയാണ് പിന്നെ ഉള്ളത്. അവിടേക്ക് പോയിട്ടില്ല. അവിടേക്ക് ഇനി ഒരു ദിവസം പോകണം, ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പോകണം. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും കൂടി കവർ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര മോശമായി എന്നാണ് വെച്ചാൽ നമുക്ക് വളരെ നഷ്ടമായാണ് ഇവിടം വരെ വന്നിട്ട് മുരുടേശ്വരത്തിൽ വന്നില്ലെങ്കിൽ. വൈകുന്നേരം നമ്മൾ ഇങ്ങോട്ട് വന്നാലാണ് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നും കാണാൻ പറ്റില്ല. വൈകിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ കാലത്ത് വരണമെങ്കിൽ അവിടെ ആ ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ശിവനെ കാണാൻ പറ്റും. അതിൽ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മുകളിൽ കയറണമെങ്കിൽ അങ്ങനെയൊക്കെ മുകളിൽ കയറി കാണാം. രാവിലെ വന്നാൽ എല്ലായിടത്തും കയറി ഇറങ്ങി ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ കാണാനായിട്ട്, നടന്ന് കാണാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അത് കാരണം കാലത്ത് വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വന്ന് കാണാൻ പറ്റുള്ളൂ. വൈകുന്നേരം വന്നാൽ ഞങ്ങൾ ഈ സമയത്ത് വന്ന കാരണം നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടു. നമ്മൾ ശിവൻ്റെ അടുത്ത് പോയി. പിന്നെ അതുപോലെ തന്നെ വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ബാക്കിൽ കടലാട്ടോ, ഫുള്ള് കടലാണ്. അപ്പോൾ അവിടെ തന്നെ വൈകുന്നേരം വല എറിയണ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ പോയി കാണാൻ പോയി. പിന്നെ അതുപോലെ തന്നെ അത് അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ തന്നെ കടകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ. അവിടെയും പോയി.
അപ്പോൾ അതൊക്കെ വൈകുന്നേരം പോയ കാരണം മാത്രമാണ് നമ്മൾ കണ്ടത്. കാലത്ത് പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കാലത്ത് വരണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ട് ഇറങ്ങി പോവാം. പിന്നെ വൈകുന്നേരം റൂം എടുക്കണമെങ്കിൽ കാലത്ത് വന്നിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം, വൈകുന്നേരം വന്നിട്ട് ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ട് വീട്ടിൽ പോവാം. അത്രയും അടിപൊളി സ്ഥലമാണ്. ഇപ്പം കാണാത്തിട്ടുണ്ടെങ്കിൽ വന്ന് കാണാം, അത്ര തന്നെ. അപ്പം ഇതിൻ്റെ ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു വൈബ് വേറെയാണ് കേട്ടോ. അപ്പം അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നതാണ്. ഇതേപോലെ തന്നെ മിസ്സായ സ്ഥലമാണ് അപ്പുറത്ത് വിഷ്ണുവിൻ്റെയും ഫോട്ടോ കടയുണ്ട്. അതായത് കുതിരപ്പുറത്ത് പോണത് അവിടെ വിഗ്രഹം വലുത് അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങോട്ട് വെച്ചാൽ നമ്മൾ അവിടേക്ക് പോയില്ല. നമ്മൾ ഈ ശിവൻ്റെ അവിടെ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങി നമുക്ക് അതിനുള്ള സമയം ഉണ്ടായില്ല. നമുക്ക് പിന്നെ ഇന്നലെ തന്നെ തിരിച്ചാലും നമുക്ക് നാളെ കാലത്തെങ്കിലും നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം തിരിച്ചു. പിന്നെ നമ്മൾ കാറ് റെൻറ്റിന് എടുത്താണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അങ്ങോട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് പറ്റിയില്ല. നമ്മൾ അവിടേക്ക് പോയി ഫോട്ടോ ഒന്നും എടുത്തില്ല. നമ്മൾ ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് നടക്കണം, ചെരുപ്പിടാണ്ട് നടക്കണം. നമുക്ക് അത് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഇവരാരും വന്നില്ല. പിന്നെ ഞാനും ഒട്ടും നിന്നില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ നിങ്ങൾ വഴി കണ്ടോട്ടാ. പിന്നെ ശിവൻ്റെ അവിടെ നന്ദി എന്ന് പറയുന്ന ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്, പശുവിൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നന്ദിയുടെ അടുത്ത് നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ശിവൻ്റെ ചുവട്ടിലെത്തും. അങ്ങനെയാണ് നമ്മുടെ ഐതിഹ്യത്തിൽ പറഞ്ഞേക്കണത്. അപ്പോൾ ആളെ ഇവിടെ വെച്ചിട്ടുണ്ട്, വിഗ്രഹം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ എടുത്തു. ശിവനെ വലം വെച്ചിട്ട് വേണം ഇനി അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ശിവൻ ഇരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കടലുണ്ട്. അതുപോലെ തന്നെ അവിടെ വഞ്ചിക്കാരും മീൻ പിടിയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കുറച്ച് പകർത്താം. വേദകലാമൃതപുണ്യം പ്രകൃതിയും നിന്നിൽ വികൃതിയും നിന്നിൽ സ്വരങ്ങളിലായി ലയങ്ങളിലായി ശക്തി സ്വരൂപം ഓം ശിവോഹം ശ്രീ ശിവോ. അതായത് ഞാൻ ഒരുപാട് നേരമായിട്ട് നടക്കണത്, അതിന് മാത്രം ഏരിയ ഉണ്ട്. ആൾ ഇരിക്കണത് അത്ര സ്പേസിലാണ്, അതായത് അത്ര സ്ഥലത്താണ് ആൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് വലം വെച്ച് വരാമെന്ന് വെച്ചാൽ ചില്ലറ പണിയൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് പോയി വരാൻ വിചാരിച്ചു, പക്ഷെ നടക്കണ പരിപാടിയൊന്നുമല്ല. അപ്പം ഇത്തിരി ശരണം വിളിച്ചിട്ടാണ് ഞാൻ നടന്നത്. പിന്നെ ഈ വിഗ്രഹം ഇരിക്കുന്നത് ഇത്തിരി ഹൈറ്റിലാണ്, അതായത് കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കുറേ കാടൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ, അത് കുറുക്കന്മാരുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ബാക്കോടെ ലൈറ്റൊന്നും ഇല്ല, ഇത്ര സമയമായതുകൊണ്ട് ലൈറ്റൊക്കെ എടുത്ത്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ഉണ്ട്. ബാത്റൂമൊക്കെ ഫുള്ളും അവർ എന്തായത് ലോക്ക് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വരാണെങ്കിൽ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോവാം, അത്ര തന്നെ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ವಿರಾಗಧರ ಸುಂದರತರ ವಿರಾಗ ಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ
ನಿನಗೆ ನಮೋ ನಮೋ. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കണമെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയിട്ട് അതായത് അമ്പലത്തിൻ്റെ ചുറ്റുമതിലുണ്ട്, മതിൽ കടന്നിട്ട് നമ്മൾ പിന്നെ ചുറ്റുമതിൽ കിടക്കുമ്പോൾ തന്നെ റൈറ്റിക്ക് ഒരു വഴി പോകുന്നുണ്ട്. ആ വഴി നേരെ വരുന്നത് നമ്മുടെ മീൻകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മീൻ കാണാൻ വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറുമ്പോൾ ലെഫ്റ്റിക്ക് കേട്ടോ, അത് നിങ്ങൾ നോക്കിയോളൂ. അവിടെ തന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ മീനുകൾ, ചെറിയ ചെറിയ അയിലകളൊക്കെ അവർ കളഞ്ഞിട്ടുണ്ട്. വലിയ മീനുകൾ മാത്രമാണ് അവർ അതിൽ ഇട്ടേക്കണത്. പിന്നെ അതുപോലെ തന്നെ കടൽ വിരൽ അങ്ങനത്തെ കുറേ മീനുകളൊക്കെ അവർ കളഞ്ഞിട്ടുണ്ട്. ഞണ്ട്, ചെറിയ ചെറിയ മീനുകളൊക്കെ കളഞ്ഞിട്ടുണ്ട്. അവർ ഒന്നിനും അവർ എടുക്കണില്ല, മൊത്തം അവിടെ വിതറിട്ടേക്കാം. നമുക്കാണെങ്കിൽ പോയി പറക്കെടുക്കായിരുന്നു. പക്ഷെ നമ്മുടെ വീട് എടുത്തല്ലാത്ത കാരണം നമ്മളത് പറക്കാനൊന്നും പോയില്ല. പിന്നെ അതുപോലെ ഫ്രഷ് മീൻ കേട്ടോ ഇപ്പം തന്നെ പിടിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇവരൊരു ഫാമിലി ആയിട്ടാണ് വന്നിട്ട് ഒരു വഞ്ചിയിൽ ഫാമിലി ആയിട്ട് വന്നിട്ടാണ് മീനൊക്കെ പറക്കണതും വലയിൽ നിന്ന് മീനും പിടിക്കണതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മീൻകാരൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അവർ കുടുംബത്തോടെ കൂടിയിട്ടാണ്, അതായത് ഭാര്യ കൊച്ചിയുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വന്നിട്ടാണ് ഈ മീനെ കൊട്ടയിലേക്ക് എടുത്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഉള്ളിലേക്ക് നമ്മൾ ചെന്നതല്ല, അത് ഉള്ളിലേക്ക് വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫാമിലി ആയിട്ടാണ് ഇവരെല്ലാവരും മീനെ വന്ന് വിൽക്കണതും, അതായത് പിടിച്ചിട്ട് വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇതിനെ വേർതിരിക്കുന്നത് കേട്ടോ. ഒരുപാട് മീനുണ്ട്. ഒരുപാട് മീൻ എന്ന് വെച്ചാൽ ഇപ്പം പിടിച്ചു കൊണ്ടുവന്നിട്ട പോലെയാണ് കിടക്കുന്നത്. നമ്മുടെ അവിടേക്ക് ചെറിയ ചെറിയ കുഞ്ഞയിലകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവർ കളഞ്ഞു. വലിയ വലിയ മീൻ മാത്രമാണ് ഇവർ എടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ആൾക്കാർ, കണ്ടമാനം ആൾക്കാർ വന്നിട്ട്, ബംഗാളികളായാലും ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് മീൻ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇത് കുറച്ച് നേരം കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ അപ്പുറത്ത് കുറേ കളിപ്പാട്ടക്കടയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അയച്ചിട്ട് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. അവിടുത്തെ കളിപ്പാട്ടക്കട കാണിച്ചു തരാം. അതായത് വയറും കീറിയിട്ടില്ല, വയറും പൊട്ടിയിട്ടില്ല, ഒരു കുഴപ്പമില്ലാത്ത മീനാട്ടാ. അയിലകൾ കിടക്കുന്നുണ്ട്. നല്ല അത് ഉണ്ടാവുക. അപ്പൊ അത് കാരണം ചത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരുടേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 വഴിയുണ്ട്, അതായത് ഒരെണ്ണം കിടക്കുന്നതും ഒരെണ്ണം പുറത്തേക്കുള്ള വഴിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നടക്കണ പകുതി മുക്കാൽ ആൾക്കാരും ബൈക്കും നടക്കുന്ന ആൾക്കാരൊക്കെ ഈ വാടകയ്ക്ക് റൂം കൊടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിവിടെ ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മുടെ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഓരോ കടകളുണ്ട് കേട്ടോ. അതായത് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഞങ്ങളൊരു തോക്ക്, ഈ ബബിൾ പോണ തോക്കുണ്ടല്ലോ, ആ തോക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തൊരു അടിപൊളി കട കണ്ടു കേട്ടോ. ഇത് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടായില്ല. അപ്പോൾ ഇത് കണ്ടു പോന്നു, വീട്ടിൽ തൂക്കിയിരുന്നത്. അപ്പോൾ നമുക്കൊരു ദിവസം കൂടി ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകണം. സെൽഫിലേക്കാൻ പറ്റിയ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ കാഴ്ച കണ്ടിട്ട് നമുക്ക് പതിയെ വീട്ടിൽ പോകട്ടാം. ഒരു മണിക്ക് ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടാ. മുരുടേശ്വരത്ത് നിന്ന് തിരിച്ച് നമ്മളിത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മലയൊക്കെ സൈഡിലേക്ക് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇടിഞ്ഞു പോയതാണ് അവർ റോഡ് പണിക്ക് വേണ്ടിയിട്ട് ശരിയാക്കിയതെന്ന് അറിയില്ല. അതുപോലെ ഫുള്ളും പോയിട്ടുണ്ട്.
അപ്പോൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ അർജുൻ്റെ സ്ഥലമൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ, അതായത് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു വഴിയിൽ സൈഡ് ഒതുക്കിയപ്പോൾ അവിടെ ആണെങ്കിൽ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. ഫോറസ്റ്റ് ഏരിയ എന്ന് വെച്ചാൽ അതേപോലത്തെ വന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ട് പോകാമെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ വണ്ടി കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അത് കാരണം കുറച്ച് നേരം നിർത്തിയിട്ട് കാഴ്ചകളൊക്കെ കാഴ്ചകളല്ല നിർത്തിയിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ കിടക്കാൻ പാടില്ല, നിങ്ങളുടെ അടുത്ത ടോള് കിട്ടുന്ന സ്ഥലമാണ്, ടോള് കിട്ടുന്ന ഏരിയയിൽ പോയിട്ട് റെസ്റ്റ് ചെയ്തോളൂ, ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ വരുന്ന വഴിക്ക് കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ കണ്ടതാണ്, കാട്ടുപോത്തും മൃഗങ്ങളൊക്കെ കണ്ടതാണ്. വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടു അവരങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. നല്ല സാർമാരായിരുന്നു, വേറെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്ന് ടോളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നില്ല, നമ്മൾ വേഗം ഇങ്ങോട്ട് പോന്നു. നമ്മൾ വഴി നീളെ ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. ചായ കുടിച്ച് ഉറക്കത്തിലില്ലാണ്ടിരിക്കും ചായ കുടിച്ചാണ് നമ്മൾ പോകുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതന്നെ വലിയ ഉറക്കമൊന്നും ഉണ്ടായില്ല. നമുക്ക് 10 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ കുറച്ച് നേരം നിർത്തി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാടകയ്ക്കെടുത്ത വണ്ടിയാണ്, അപ്പോൾ ആ വണ്ടീനെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നിർത്തി വണ്ടിക്ക് അത്രയും നമ്മൾ റെസ്റ്റ് കൊടുത്ത് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ റെസ്റ്റ് എടുത്ത് പോണ വഴിക്ക് നമ്മളൊരു അടിപൊളി സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം കാഴ്ചകൾ കണ്ടു പോന്നു, വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം. അപ്പോൾ ഇവിടുന്ന് അതേപോലെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിർത്തി പോയിട്ടോ. അത് കാരണം നമുക്ക് അധികം സമയം എടുത്തിട്ടുണ്ട്. വണ്ടിയിൽ നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോണ വഴിയിൽ മാഹിയും കൂടി കാരണം മാഹിയുടെ മോളിൽ കൂടെ പോകുന്നത്, അടിയിൽ കൂടെ പോകുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയിപ്പോൾ മോളിൽ കൂടെ പോയത്. ഇപ്പം തിരിച്ച് വരുമ്പോൾ അടിയിൽ കൂടെ വരണം. അതായത് പുതിയ മാഹിയുണ്ട് പഴയ മാഹിയുണ്ട്. അപ്പം പുതിയ മാഹിക്ക് പോകാണ്ട് പഴയ മാഹിക്ക് പോയിട്ട് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി വാങ്ങിക്കും. നമുക്കല്ല, വേറെ ടീമിനാണ്. അങ്ങനെ നമ്മൾ മാഹി എത്താറായിട്ട് കേട്ടോ. അപ്പം മാഹി എന്ന് പറയുന്ന കേട്ടുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മാഹിയിൽ വന്നു കേട്ടോ. അതായത് കേരളം വിട്ടിട്ട് നമ്മൾ കാസർഗോഡ് ആ ഭാഗത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആ ഭാഗത്ത് ഫസ്റ്റിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ഇവിടെ റോഡ് സൈഡിലൊക്കെ കേട്ടോ ബാറുകൾ തന്നെ ഇത് ചെറിയ ബീവറേജ് ആണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ബാറ് കിടക്കുന്നത്, അവരുടെ ബാറ് തന്നെയാണ് അപ്പുറത്തും. വണ്ടി നമ്മൾ പഴയ മാഹിക്ക് പോയി. പഴയ മാഹി അതായത് പാലം കിടന്നിട്ട് പഴയ മാഹിയാണ്. പഴയ മാഹിക്ക് വന്നിട്ട് അവിടെ ഒരു ആ പാലം കയറുമ്പോൾ തന്നെ, അതായത് പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പമ്പിൽ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫ്രഷായി ഒന്നും കഴിച്ചില്ല, ആരും ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഫുഡ് അടിക്കാനായിട്ട് ഇവിടുന്ന് വാങ്ങിയിട്ട് വേണം നമുക്ക് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് വേണം ഫുഡ് അടിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ നിന്ന് ഫ്രഷായിട്ട് നമ്മൾ ഇവിടുന്ന് പോകണം. പിന്നെ അതുപോലെ നമ്മൾ വണ്ടിയിൽ ഒരു 10 ലിറ്റർ നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാനൊരു കന്നാസ് വാങ്ങിയിട്ട് ഞാനൊരു 10 ലിറ്ററോളം ഞാൻ പെട്രോൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മളൊരു 20 ലിറ്റർ ആയിട്ട് നമ്മൾ പോകണത്. മാഹിയിൽ അത്യാവശ്യം റേറ്റ് കുറവുണ്ട് കേട്ടോ, പെട്രോളിന് വളരെ റേറ്റ് കുറവുണ്ട്. അതിന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ അതാണെന്ന് വെച്ചാൽ മൂകാംബിക ഇപ്പോൾ ചെയ്തതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ മുരുടേശ്വരിക്കുള്ള ട്രിപ്പ് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടാണ് നമ്മൾ പെട്രോളിൻ്റെ കേസ് നമ്മൾ പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ വണ്ടിയുടെ കേസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞത് ഈ വീഡിയോയിലാണ്. പിന്നെ അതുപോലെ തന്നെ മാഹിയിൽ പെട്രോൾ കുറവാണ്, തീരെ കുറവാണ്, പൈസ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ മൈലേജും തീരെ കുറവാണ്. പെട്രോൾ എന്ന് വെച്ചാൽ പെട്രോളാണ് മാഹിയിലെ പെട്രോൾ. അത് വിചാരിച്ച് നിങ്ങൾ പൈസ കുറവാന്ന് പറഞ്ഞ് അടിക്കരുത്. മൈലേജ് തീരെ കുറവാണ് കിട്ടുന്നത്. ഞാൻ അത് കാരണം പറയണത്, എനിക്ക് അടി കിട്ടി, അത് കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്
നമ്മൾ ആരുടെത്തായാലും നമുക്ക് പറ്റുന്നത് ഞാൻ വീഡിയോയിൽ പറയും. അപ്പോൾ അത് കാരണം ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും മാഹിന്ന് അടിക്കാൻ നിൽക്കുകയല്ല. നമ്മുടെ അല്ലെങ്കിൽ കർണാടക വേറെ സ്ഥലമുണ്ട്, അവിടെ നിന്നൊക്കെ അടിക്കുന്നത് നല്ലത്. പറയാൻ കാരണം നമ്മൾ പോരണ വഴിക്ക് വേറെ പെട്രോൾ അടിക്കേണ്ടി വന്നു. 1000 നമ്മൾ വേറെ പെട്രോൾ അടിക്കേണ്ടി വന്നു. 2 കട്ടായിട്ട് നമ്മൾ വണ്ടി എടുത്തത്. ആ 2 കട്ട തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ വേണം. അത് വരെ അതിലുണ്ടായിരുന്നില്ലേ പെട്രോൾ. അപ്പോൾ ഭയങ്കര മോശമായിരുന്നു. നമ്മൾ വണ്ടി കൊണ്ടു കൊടുത്തപ്പോൾ അതിൽ പെട്രോൾ ഒരു കട്ടയുള്ളൂ, ഒരു കട്ട ഇല്ല. അപ്പോൾ അത് കാരണം നമ്മൾ 2 കട്ടയിൽ നോക്കിയിട്ട് പോയി. എന്നിട്ട് ഞാൻ വേറെ 200 രൂപയ്ക്ക് പെട്രോൾ വേറെ അടിച്ചിട്ട് നമ്മൾ വണ്ടി കൊണ്ടു നിർത്താം. എന്നിട്ടും പെട്രോൾ ഇങ്ങനെ മിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം വളരെ മോശമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വണ്ടിയിൽ ബൈക്കിലും പെട്രോൾ അടിച്ചിട്ട് 4 ദിവസം കൊണ്ടാണ് 10 ലിറ്റർ പെട്രോൾ കയറുന്നത്. 4 ദിവസം കൊണ്ട്. 4 ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എറണാകുളത്തേക്ക് ഒരു 4 പ്രാവശ്യം പോയിട്ടുണ്ട്. 4 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ അടിക്കുന്നത് 120 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നത്. 120 രൂപയ്ക്ക് 4 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 480 രൂപയ്ക്ക് പെട്രോൾ വരുള്ളൂ. പക്ഷേ ഞാൻ 1000 രൂപയ്ക്ക് അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്രോൾ കിട്ടിയില്ലാന്ന്. പെട്രോൾ കിട്ടിയില്ല. നമ്മുടെ ആവശ്യത്തിന് പെട്രോൾ കിട്ടില്ല. പെട്ടെന്ന് തീർന്നു. ഇവിടെ നിന്ന് അടിച്ച പിന്നെ എൻ്റെ വണ്ടിക്ക് മൈലേജും കുറഞ്ഞു. എന്ന് വെച്ചാൽ പെട്രോൾ അതിലിറങ്ങിയിട്ട് മൈലേജ് കുറഞ്ഞു. തീരെ മൈലേജ് കുറവാണ് എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് അടിച്ചതിന് ശേഷം അങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ വണ്ടിക്ക് അടിക്കുമ്പോൾ നോക്കി അടിക്കണം. അവിടെ നിന്ന് അടിക്കാൻ അപ്പം എൻ്റെ ചേട്ടനാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ ആള് പറഞ്ഞു, നീ വണ്ടിയുടെ പെട്രോളിൻ്റെ കേസ് നിട്ടില്ല, അത് ഇടാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് കാരണം ഞാൻ അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.